മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ് എസ് എൻ സ്വാമി. 1984 ചക്കരയുമ എന്ന സിനിമയ്ക്ക് കഥയെഴുതി കരിയർ ആരംഭിച്ച സ്വാമി 1987 റിലീസായ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലൂടെ തൻ്റെ ശൈലി മാറ്റി. ആക്ഷൻ, ത്രില്ലർ ജോണറുകളിൽ മികച്ച സിനിമകളായിരുന്നു സ്വാമി രചിച്ചത്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ത്രില്ലർ സിനിമയായ CBI സീരീസും എസ് എൻ സ്വാമിയുടെ തൂലികയിൽ പിറന്നതാണ്. 1988 എസ് എൻ സ്വാമി കെ മധു കൂട്ടുകെട്ടിൽ പിറന്ന സിനിമയായിരുന്നു മൂന്നാം മുറ. മലയാളികൾ അതുവരെ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത റെസ്ക്യൂ ത്രില്ലർ സിനിമയായിരുന്നു അത്. അലി ഇമ്രാൻ എന്ന പോലീസ് ഓഫീസറായി മോഹൻലാൽ വന്ന സിനിമ അക്കാലത്തെ മികച്ച ഹിറ്റുകളിൽ ഒന്നായിരുന്നു. ആ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു എസ് എൻ സ്വാമി. മൂന്നാം മുറയുടെ ആദ്യത്തെ ക്ലൈമാക്സ് ഇപ്പോൾ കാണുന്ന പോലെ ആയിരുന്നില്ല. എല്ലാവരെയും രക്ഷിച്ച ശേഷം അലി ഇമ്രാന്റെ പേര് ആരും എവിടെയും പറയില്ല. സുകുമാരന്റെ കഥാപാത്രത്തെയും ബാക്കി പോലീസുകാരെയും മന്ത്രിമാരും ബാക്കിയുള്ളവരും അനുമോദിക്കുന്നതായിരുന്നു ആ ക്ലൈമാക്സ്. സെൻസർ ചെയ്യാൻ വേണ്ടി സിനിമ സബ്മിറ്റ് ചെയ്തപ്പോൾ സെൻസർ ബോർഡ് പറഞ്ഞു, ഈ ക്ലൈമാക്സ് വേണ്ട, പോലീസുകാരെ താഴ്ത്തി കിട്ടുന്നത് പോലെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് അപ്പീൽ പോകാനോ റിവൈസിംഗ് കമ്മിറ്റിയുടെ അടുത്ത് പോകാനോ ഉള്ള സമയമുണ്ടായിരുന്നില്ല. ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്ത് സെൻസറിങ്ങിന് കൊടുത്തു. അവർ അത് അപ്രൂവ് ചെയ്തു. അതാണ് ഇപ്പോൾ എല്ലാവരും കാണുന്ന ക്ലൈമാക്സ്. എല്ലാ പോലീസുകാരും അലി ഇമ്രാനെ അഭിനന്ദിക്കുന്ന ക്ലൈമാക്സ്. പക്ഷേ സെൻസറിങ്ങിന് കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ആ സിനിമയ്ക്ക് പ്രിവ്യൂ വെച്ചു. അത് കാണാൻ ലാലിനൊപ്പം അയാളുടെ അമ്മയും വന്നിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം ലാലിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, മോനെ, ഈ ക്ലൈമാക്സ് വിട്ടുകൊടുക്കാതെ നോക്കണം, മാറ്റാതിരിക്കാൻ നോക്ക് എന്ന്. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു, സ്വാമി പറഞ്ഞു. CBI 5-ാം ഭാഗത്തിന് ശേഷം പുതിയ ചിത്രം സംവിധാനം ചെയ്യുകയാണ് സ്വാമി ഇപ്പോൾ. റൊമാൻറ്റിക് ജോണറിൽ പെടുന്ന സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ. മറ്റ് അഭിനേതാക്കളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല.